പണിക്ക് വന്നിട്ടുണ്ട്. ഇന്നിപ്പോ എന്തോ പണി? പിന്നെ മുജീബ് ഇതിന്റെ ഇന്ന് എത്ര മണിക്ക് വീട്ടിൽ ഇറങ്ങിയത്? ഇന്ന് രാവിലെ 8 മണിക്ക് ഇറങ്ങി. 8 മണിക്ക് ഇറങ്ങി. ഇവിടെ 8:30 പണിക്കെത്തി. ഓക്കെ. എന്താ നിങ്ങളുടെ പരിപാടി? ഇതിനുള്ള മുകൾക്കടുള്ള ഗ്രില്ലുകളൊക്കെ ഒന്ന് അടിക്കണം. അപ്പോക്സി പ്രൈമർ, തുരുമ്പൊക്കെ വന്നാ കേടുവരാതിരിക്കാൻ വേണ്ടി. അപ്പൊ അതിന്റെ തയ്യാറെടുപ്പിലാണ്. പെയിന്റ് പൊട്ടിച്ചു ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ കുറച്ച് ടിന്നർ മിക്സ് ചെയ്തിട്ട് നമ്മൾ അടിക്കും പോയിട്ട് പെയിന്റില്. കവറേജ് പറഞ്ഞൊരു 10-200 സ്ക്വയർ ഫീറ്റ് ഒക്കെ അടിക്കാം. ജിയുടെ പൈപ്പുകൾ 4 ലിറ്റർ ഉണ്ട്. പിന്നെ ഇതിലിപ്പോ തിന്നറാണ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ട് പച്ചവെള്ളം ഒഴിക്കാത്തതില്? പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല. അത് ഇരുമ്പിലൊക്കെ അടിക്കേണ്ടതല്ലേ ജിയുടെ പൈപ്പുകളിലൊക്കെ. അപ്പൊ തുരുമ്പ് വരാതിരിക്കാറില്ല, നമ്മളിത് സേഫ്റ്റിക്ക് വേണ്ടി അടിക്കല്ല. അപ്പൊ അതില് വെള്ളം ചേർക്കാൻ പറ്റില്ല. മുകളിൽ ഈ ഗ്രില്ലുകൾ ഇതങ്ങനെ ഹാൻഡ് റെയിൽ വെച്ചിട്ടുണ്ടല്ലോ. ഹാൻഡ് റെയിൽ വെച്ചാൽ ഈ ഗ്രില്ലുകളാണ് നമുക്ക് അടിക്കാനുള്ളത്. ഈ കോണി വെച്ച ഇവിടുന്ന് ഇങ്ങോട്ട് അടിച്ച്, പിന്നെ പെറുകാശത്ത് ഒരു കോണി ഉണ്ട് മോൾക്ക് കയറുന്നത്, അതെല്ലാം അടിക്കാനുള്ളത്. ഇത് അടിച്ചിട്ട് ഇതിന്റെ മുകളിൽ പിന്നെ നമ്മൾ പെയിന്റ് അടിക്കും. ഇത് അപ്പോക്സി പ്രൈമറാണ്, ആംകോസിന്റെ ആണ്. ഇതൊന്നുകൂടി നല്ല പ്രൈമറാണ് ആംകോസിന്റെ ആകുമ്പോഴേ. ഒന്നുകൂടി മറ്റുള്ള പ്രൈമറിനെ അപേക്ഷിച്ച് ഒന്നുകൂടി നല്ല വൃത്തി, നല്ല ഗ്ലേസിംഗ് ഉണ്ടാവും. ഇത് അടിച്ചു കഴിഞ്ഞാൽ പെയിന്റ് അടിക്കേണ്ട ആവശ്യം തന്നെ വരില്ല ഈ പ്രൈമർ. ഞാനിപ്പോ ഒരു 15 വർഷത്തോളം ആയി തുടങ്ങി. എന്റെ ഗുരു വാക്കടുള്ള രാമചന്ദ്രൻ ഉണ്ട്, പിന്നെ മണ്ണാർക്കാടുള്ള ആളാണ് ലത്തീഫ് കാർ. ഇൻഡിഗോന്റെ മീറ്റിങ്ങിനും പോകലുണ്ട്, ആംകോസിന്റെ മീറ്റിങ്ങിന് പോകലുണ്ട്, പെയിന്റിന്റെ എല്ലാ മീറ്റിങ്ങിനും പോകലുണ്ട്. എല്ലാ പെയിന്റും എടുത്ത് ജോട്ടൺ, ഏഷ്യൻ എല്ലായിടത്തും അടിക്കലുണ്ട്. ബിർള എല്ലാം ചെയ്യലുണ്ട്. ബർജർ ചെയ്യലുണ്ട്. ഞാൻ കൂടുതലായിട്ട് അടിക്കല് ഏഷ്യന്റെ പെയിന്റാണ് കൂടുതലായിട്ട് അടിച്ചിട്ടുള്ളത്. ഇത്രയും വർഷമായിട്ട് പെയിന്റിങ് ആണെങ്കിൽ കൂടുതലായിട്ട് അടിക്കല് ഏഷ്യന്റെ ആണ്. എന്തായാലും മുകളിൽ കയറി അടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതെ അതെ, എടുക്കാൻ പറ്റിയില്ല. അപ്പൊ നമ്മള് പെയിന്റ് അടിച്ചു തുടങ്ങുകയാണ്. പൊടിയൊക്കെ എടുത്ത് വൃത്തിയാക്കി തുടച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ അടിക്കുക. തുരുമ്പുള്ളൊക്കെ വരച്ച് ക്ലിയർ ആക്കിയിട്ട് വേണം ഇത് അടിക്കാൻ. പുട്ടികളിലൊക്കെ ഒരു 90% പുട്ടികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ മുകളിൽ അടിക്കേണ്ട പെയിന്റുകളാണ് ഇനി ഇതിൽ അടിക്കാം. ഇനി ഒരു 10% പണി കൂടെ ഉണ്ടാവും. മഴ കാരണം നമ്മള് കുറച്ച് നിർത്തി വെച്ചാലേ ഉള്ളൂ. ഇപ്പൊ മഴ പോയി, കാലാവസ്ഥയൊക്കെ നമുക്ക് അനുകൂലമായപ്പോ പുറത്തുനിന്ന് ഫിനിഷിങ് പണിയാണ് ഇനിയുള്ളത്. സാധാരണക്ക് ജീവിതാനുഭവം പറഞ്ഞാല് ഇത് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ പെയിന്റിങ്ങിൽ ഇറങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട് 15 വർഷമായി. വീഴുമ്പോ തന്നെ പറയാനിതാ കുഴപ്പമില്ലാത്ത ലെവലിൽ മുന്നോട്ട് പോണ്. ഏട്ടൻ അവരിറങ്ങിയിട്ട് ഈ 20 വർഷത്തോളമായി ഇതില്. അവനാണ് ആദ്യം ഈ ഫീൽഡിൽ ഇറങ്ങിയത്. അതിന്റെ ഒപ്പമാണ് പിന്നെ ഞാൻ ഈ പെയിന്റിങ് ഫീൽഡിലേക്ക് വന്നത്. എന്റെ മൂത്തത് 3ാം ക്ലാസ്സിലാണ്. പിന്നെ ഒരു 2 വയസ്സായ ഒരു കുട്ടിയുണ്ട്. 2 കുട്ടികളാണ്. അങ്ങനെ എനിക്ക് 3 കുട്ടികളാണ്. ഒരാള് +2 പഠിക്കുന്നു, ഒരാൾ 8ല്, ഒരാൾ 6ല്. അവരൊക്കെ പഠിപ്പിച്ച് നല്ലൊരു ലെവലിൽ എത്തണം എന്നല്ലേ ആഗ്രഹം. അതെ അതെ, പഠിക്കാൻ താല്പര്യമുള്ള കുട്ടിയാണ്. മോശമുള്ള പണിയൊന്നുമല്ല, നല്ല പണി തന്നെയാണ്. നല്ല പണി തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. വെയില അതെ, അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. ചെയ്യാനുള്ളത് ചെയ്യാം. വേറെ ടെക്നിക്ക് അതിന് ഇതില് ഈ ജിയുടെ പൈപ്പുകളിൽ തുളകളൊക്കെ ഉണ്ടെങ്കിൽ വെൽഡിങ് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഇത് ഉരച്ച് ഗ്യാപ്പുള്ളോടും മറ്റേ പുട്ടി ഇട്ടു, മെറ്റൽ പേസ്റ്റ്, അതിൻ്റെ ഒരു ബോഡി ഫില്ലർ.
അതിട്ട് ആ ഉരച്ച് വൃത്തിയാക്കിയിട്ടാണ് പിന്നെ ഈ പ്രൈമർ ഞങ്ങൾ അടിക്കുന്നത്. മറ്റേത് എന്താണെന്ന് വെച്ചാൽ ഗ്യാപ്പ് ഒന്നും അടച്ചില്ലെങ്കിൽ അതിൽ വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ വീണ്ടും തുരുമ്പ് കയറും. വെള്ളം ഇങ്ങനെ ഇറങ്ങിയാലേ മഴക്കാലത്തേക്ക് അതിനാണ് ഗ്യാപ്പുകളൊക്കെ അടക്കുന്നത്. ഇങ്ങനെയുള്ള ഇരുമ്പുകളിലൊക്കെ നമ്മൾ അടിക്കുമ്പോൾ തന്നെയാണ് ചെയ്യേണ്ടത്. ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ കുട്ടിയിട്ട് ഫില്ല് ചെയ്യണം. മെറ്റൽ പേസ്റ്റാണ് കുട്ടിയുള്ളത് ഇരുമ്പിലൊക്കെ. വണ്ടിയുടെ ബോഡി ഫില്ലറിലൊക്കെ ഉള്ളത് ബോഡികളിലൊക്കെ ഇടുന്ന പുട്ടി ഉണ്ടല്ലോ, അതൊക്കെയാണ് ചെയ്യേണ്ടത്. അങ്ങനെയൊക്കെയാണ് ഇതിനെ പറ്റി പറയാനുള്ളത്. ഇനി ഇതിന്റെ മുകളിൽ പെയിന്റ്, ഇത് പ്രൈമറാണ്, അപ്പോക്സി ബ്ലാക്ക് പ്രൈമറാണ് അടിക്കുന്നത് നമ്മൾ. ഇനി ഇതിന്റെ മുകളിൽ പെയിന്റ് അടിക്കണമെങ്കിൽ അടിക്കാം, ഇനി അടിച്ചില്ലാതിട്ടും കുഴപ്പമില്ല. പെയിന്റിന്റെ ഒരു ഫിനിഷിങ് ഉണ്ടാവും ഇത്. പ്രൈമർ ആണെങ്കിലും പെയിന്റിന്റെ ഒരു ഫിനിഷിങ് കിട്ടും. ഓക്കെ. രണ്ടാമത്തെ കോട്ട് അടിക്കേണ്ട ആവശ്യമില്ലേ? രണ്ടാമത്തെ കോട്ട് അടിക്കണമെങ്കിൽ പെയിന്റ് അടിക്കില്ല.